സാധിച്ചതിന് തിരുക്കുമാരന് ഒരായിരം നന്ദി പറയുന്നു. എൻ്റെ പേര് ഫെബിൻ ജോസ്. ഞാൻ തൊടുപുഴയിലുള്ള മുതലക്കുടം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 11 തീയതി 12-ാം മാസം 2023 എൻ്റെ ഒരു പ്രത്യേക നിയോഗം എന്ന് പറയുമ്പോൾ എനിക്ക് PTE എക്സാം പാസ്സാവണമെന്നായിരുന്നു. ഞാൻ ഡിഗ്രി പാസ് ഔട്ടാണ്. ഞാൻ വിദേശ പഠനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 11/12/2023 ആണ്. എൻ്റെ പ്രത്യേക നിയോഗം എന്ന് പറയുമ്പോൾ PTE എക്സാം പാസ്സാവണമെന്നായിരുന്നു. അപ്പം ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു തവണ ട്രൈ ചെയ്യുകയും അതിൽ ഫെയിലാവുകയും ചെയ്തായിരുന്നു. പിന്നെ 11-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അന്നത്തെ ഒരു പ്രത്യേക നിയോഗം എന്ന് പറയുമ്പം എനിക്ക് PTE എക്സാം പാസ്സാവണമെന്നായിരുന്നു. അന്ന് മുതൽ ഞാൻ കൃപാസനത്തിലുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ വീണ്ടും 20 ദിവസത്തിനുള്ളിൽ വീണ്ടും ഡേറ്റ് എടുക്കുകയും അന്ന് എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഇവിടുന്ന് ഉള്ള കൃപാസനത്തിൽ ഉപ്പും തൈലവും പരീക്ഷാ ഹാളിൽ ഉപയോഗിച്ചു. അന്ന് പരീക്ഷാ ഹാളിൽ കൃപാസനത്തിൽ ഉപ്പ് വിതറുകയും പിന്നെ ഉടമ്പടി തൈലം എൻ്റെ PTE എക്സാമിൻ്റെ കമ്പ്യൂട്ടറിനകത്ത് കുരിശ് വരയ്ക്കുകയും ചെയ്തു. വിശ്വാസ പ്രമാണം ചെയ്യുകയും ചെയ്തു. പരീക്ഷ ഏകദേശം എനിക്ക് പാടായിരുന്നു. എന്നാലും റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് കൃപാസന മാതാവ് വഴി ഈശോ തന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷി എന്ന് പറയുമ്പം എൻ്റെ കോളേജിൽ UGC സർട്ടിഫിക്കറ്റ് അംഗീകാരമില്ലായിരുന്നു. ഇത് കാരണം എനിക്ക് ഓസ്ട്രേലിയയിൽ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് എനിക്ക് റിജക്ഷൻ വരികയും ഈ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഇല്ലെന്ന് അവർ പറയുകയും ചെയ്തു. ഇതെന്നെ പൂർണ്ണമായിട്ട് നിരാശനാക്കി. എനിക്ക് ഒന്നുകിൽ ഈ കോഴ്സ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും കോഴ്സ് പഠിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ 2024 26-ാം തീയതി 6-ാം മാസം ഈ നിയോഗം വെച്ച് പ്രത്യേകമായി ഉടമ്പടി എടുക്കുകയും അന്ന് ഞാൻ കൃപാസന മാതാവിനോട് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം എന്ന് നേരുകയും ചെയ്തു. അന്ന് തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുകയും എനിക്കാണെങ്കിൽ വീണ്ടും പ്രൊസീജിയേഴ്സ് ചെയ്യാനുള്ള കൃപ മാതാവ് വഴി ഈശോ തന്നു. അന്ന് എന്നോട് ഏജൻസിക്കാർ UGC സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് കുറേ റിജക്ഷൻസ് വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് കൃപാസന മാതാവിൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിച്ചു. എനിക്കത് കിട്ടുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ ടോക്കുകളിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അച്ഛൻ കൃപാസന മാതാവ് എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു ടോക്ക് അച്ഛൻ പറഞ്ഞു. ഞാനത് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ എൻ്റെ പ്രൊസീജിയർ പേപ്പേഴ്സിൽ എല്ലാം ഞാൻ ഉടമ്പടി തൈലം പുരട്ടുകയും അത് സബ്മിറ്റ് ചെയ്യാൻ സമയത്ത് അത് ഏജൻസി പോയി അവിടെ കൃപാസന മാതാവിൻ്റെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഇടുകയും ചെയ്തു. അന്ന് എന്നോട് ഏജൻസിയിലെ മാഡം പറഞ്ഞു, ഇത് പൂർണ്ണമായിട്ട് റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്, കാരണം UGC അപ്രൂവൽ ഇല്ല. അപ്പോൾ ഞാൻ ആ മാഡത്തിനോട് പറഞ്ഞു, എനിക്കൊരു പേടിയില്ല, കാരണം ഞാൻ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒക്ടോബർ 2-ാം തീയതി എൻ്റെ ചേച്ചി മുഖേന ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു. ഒക്ടോബർ 2-ാം തീയതി തന്നെ കൃപാസന മാതാവ് വഴി ഈശോ എനിക്ക് വിസ അപ്രൂവലായി തന്നു. ഈ ജാനുവരി 28-ാം തീയതി ഞാൻ ഉപരിപഠനത്തിനായി ന്യൂസിലാൻഡിൽ പോവുകയാണ്. ഇന്ന് ഞാൻ മെയിനായിട്ട് വന്ന കാര്യം പറഞ്ഞാൽ എൻ്റെ കോളേജ് ഫസ്റ്റ് ബാച്ചും ലാസ്റ്റ് ബാച്ചും എൻ്റേതായിരുന്നു. അപ്പോൾ UGC അപ്രൂവലും ഇല്ലായിരുന്നു, സർട്ടിഫിക്കറ്റിന് ഒരു വാല്യൂ ഇല്ല. പക്ഷേ ഞാൻ 4-5 കോളേജിൽ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ അവർ റിജക്റ്റ് ആക്കി വിട്ടു ഈ UGCയുടെ കാര്യം പറഞ്ഞ്. പക്ഷേ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ UGCക്ക് നോക്കാണ്ട് അപ്ലൈ ചെയ്ത കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ ലഭിക്കുകയും പാവപ്പെട്ടവർക്ക് എന്നെ സഹായിക്കും വിധം ഞാൻ പൈസ കൊടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുമ്പം ഇവിടുത്തെ പത്രം ഞാൻ എവിടെ കിടന്ന് എനിക്ക് ലഭിച്ചാലും ഞാൻ അത് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും കൊടുക്കുമായിരുന്നു. കാരണം എൻ്റെ ഇടവക ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു, മുതലക്കുടം ഇടവക. അപ്പോൾ അവിടെ എല്ലാ ആഴ്ചയിലും കൃപാസനം പത്രങ്ങൾ ടേബിളിൽ 3-4 സെറ്റായിട്ട് ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തുകൊണ്ട് ഓരോ സ്ഥലത്ത് ഓട്ടോ സ്റ്റാൻഡുകളിൽ ബസ് സ്റ്റാൻഡുകളിൽ എല്ലാം അമ്മയുടെ അനുഗ്രഹങ്ങൾ പ്രത്യേകം പറഞ്ഞ് കൊടുക്കുമായിരുന്നു പ്രത്യേകമായി. പിന്നെ അതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായത്, ഞാനാണെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി എറണാകുളത്ത് പോവുകയും എറണാകുളത്ത് തിരിച്ചു വരാൻ സമയത്ത് ഞാൻ എല്ലായ്പ്പോഴും കയറുന്ന ഒരു കപ്പേള ഉണ്ടായിരുന്നു.
ആ കപ്പേളയിൽ ഞാൻ അന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എനിക്ക് ലഭിക്കാത്തതുകൊണ്ട് ഞാൻ ആ വിഷമതയിലായിരുന്നു. ഞാൻ ആ കപ്പേളയിൽ കയറാണ്ട് പാസ് ചെയ്തു പോയി. പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു പ്രേരണ തിരിച്ചു പോകാൻ. അപ്പോൾ ഞാൻ തിരിച്ചു പോവുകയും തിരിച്ച് അവിടെ ചെന്നപ്പോൾ കപ്പേളയിൽ കൃപാസനത്തിൻ്റെ പത്രങ്ങൾ എല്ലാം ചിതറി അവിടെ കിടക്കുമായിരുന്നു. ഞാൻ അത് ഉടൻ തന്നെ മുഴുവൻ പത്രങ്ങളും എടുത്ത് ഞാനാണെങ്കിൽ അടുത്തുള്ള ഓട്ടോ സ്റ്റാൻഡുകളിലും പിന്നെ ബസ് സ്റ്റാൻഡിലെ ഉള്ള എല്ലാവർക്കും ഞാൻ കൃപാസന മാതാവിൻ്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിതരണം ചെയ്തു. എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നതെന്ന് പറയുമ്പോൾ ഞാൻ വിശുദ്ധ കുർബാനയിൽ ആകെ വെള്ളിയാഴ്ച ഞായറാഴ്ചയാണ് പങ്കെടുക്കാറ്. പിന്നെ വിശുദ്ധ കുമ്പസാരത്ത് പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ഈസ്റ്ററിന് ഡിസംബറിന് അങ്ങനെ പ്രത്യേക അവസരങ്ങൾ മാത്രമാണ്. പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരിക്കലും വിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല. ഇപ്പോൾ വിശുദ്ധ കുർബാന പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ ഓൺലൈനായിട്ട് വിശുദ്ധ കുർബാന കൂടും. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ നിർബന്ധമായി ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. ഇതും പിന്നെ ബൈബിൾ വായന. ബൈബിൾ എനിക്ക് പൂർണ്ണമായിട്ടും വായിച്ച് തീർക്കുവാൻ സാധിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ 3 മാറ്റങ്ങളാണ്.